സത്യം നിങ്ങളുടെ ഭാഗത്താ, ന്യായം അശേഷം ഇവിടെയും ഉണ്ട്. ധർമ്മം നമുക്ക് അല്പം പിഴച്ചത്. നിങ്ങൾക്ക് ഭൂമി കൈവശം തരുമ്പോ കുറുപ്പിന് നേരത്തെ അതിലൊരു അവകാശം ഉണ്ടായിരുന്നു, ഒരു ഓടച്ചാർത്ത്. മോം അത് അറിഞ്ഞില്ല. തത്സമയം നമ്മുടെ കാര്യസ്ഥനി ശങ്കുണ്ണി അല്ല ശകുനിയാതാൻ, ഇയാൾ നമ്മോടത് പറഞ്ഞതുമില്ല. നിങ്ങൾ ആ മലയുടെ ഒരു ഭാഗമല്ലേ വാങ്ങിക്കുന്നുള്ളൂ? തന്നോടല്ല ചോദിച്ചത്. ഇയാള് പറയട്ടെ. ചാക്കോ സഞ്ജിയോ മോൻ പേര് മറന്നു. ചാക്കോ. ആ ചാക്കോ എത്ര രൂപ കൊടുത്തു? 5000 രൂപ. ഇനി 25000 രൂപ ബാക്കി തരാനാ. ഓ വയ്ക്കോന്ന് വെച്ചാ ഈ കുറുപ്പിന്റെ ഓടച്ചാരത്തിന് വേറെ ഒരു 10000 രൂപ അങ്ങോട്ട് കൊടുക്കുക. ശരിവാക്കണ്ട. ആ മല മുഴുവനായിട്ട് നിങ്ങളങ്ങെടുത്തോളൂ. ഈ ബാധ ആ മലയെന്ന് ഒഴിപ്പിക്കാനാ. തിരുമേൻ സങ്കടമുണ്ട്. അടിയന്റെ അവകാശം ഈ ക്രിസ്ത്യാനികൾക്ക് കൊടുത്താൽ ഒട്ടും മോശമാവില്ല. അവരവിടെ കൃഷി ചെയ്യും. അടിയനോട് ഈ കളുങ്കൈ ചെയ്യരുത്. താൻ മറ്റുള്ളവരോട് ചെയ്യുന്ന അപ്പുറമല്ല. മോൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? മുമ്പുള്ള ഇവിടുത്തെ അഫൻ നമ്പൂതിരിമാര് സംബന്ധം കൂടിയ ഒരു കുടുംബത്തിലെ അല്ലേ എന്നോർത്ത് ക്ഷമിച്ചതാ തന്റെ ദുഷ്ടതകള്. എന്താ നല്ലോണം ആലോചിച്ചിട്ട് മതി. പണം കൊടുക്കാൻ വയ്ക്കുവോ ഈ കുറുപ്പിനെ? തിരുമേനി മോഹമുണ്ട്, പക്ഷെ എന്റെ കയ്യില് അടിയങ്ങളുടെ കയ്യിൽ ഇവിടെ തരാനുള്ള കുറച്ച് രൂപ ഇപ്പോ ഉള്ളൂ. അതിന്ന് കൊടുത്തോളൂ. നമ്മുടെ പണത്തിന് അവധി തരാം ഒരു കൊല്ലത്തേക്ക്. അടിയൻ 25000 രൂപ ഒരു കൊല്ലത്തിനകം ഇവിടത്തേക്ക് കൊടുക്കണം. വഹിക്കോ? വയ്ക്കും. അമാന്തിച്ചാൽ വസ്തു കിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ കാര്യസ്ഥൻ ശങ്കുണ്ണിയായിട്ട് സംസാരിച്ചോളൂ. അടിയൻ അമ്മ അല്ലേന്ന് മരം മുറിച്ചാ തിരുമേനിയെ കഴിയണത്. ഇനിയിപ്പോ ക്രിസ്ത്യാനിയാണ്. എന്താ തന്റെ പേര്? കുഞ്ഞമുട്ടി. ശങ്കുണ്ണി, നമുക്ക് വേറെ ഉണ്ടല്ലോ മല. ഇയാൾ അവിടുന്ന് മരം മുറിച്ചോട്ടെ. അതിപ്പോ ചാർത്തായിട്ടോ കാണായിട്ടോ? ജീവിക്കാനല്ലേടൂ. കളിച്ച് കളിച്ച് ബാപ്പാന്റെ മറ്റേടത്തെന്ന് പറഞ്ഞ് ചേരിക്ക. ചേട്ടന്മാരിപ്പോ നമ്മളെ നെഞ്ചിട്ട് കയറുന്നത്. തിരുമേനി വിളിച്ച് ഏണി വെച്ചു കൊടുക്കുക. ചുരുങ്ങിയ 1,00,000 രൂപയുടെ മരം ഉണ്ടാവും ആ മലയിൽ മുറിച്ചു വെക്കാൻ. എടാ കുഞ്ഞമുട്ടി, ഈ നസ്രാണികളെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. എന്നാലേ തന്നെ കാശിങ്ങിത ശങ്കുട്ടികാരെയും കൂട്ടിപ്പോയി കുറുപ്പത്തിന്റെ കണക്ക് ആദ്യം തീർക്കാം. 5000 രൂപ മുൻകൂർ തന്നതടക്കം ഇതിലൂടെ ചേർത്ത് ഞാനിപ്പോ 10000 രൂപ മുടക്കിയിട്ടുണ്ട്. ചാക്കോച്ചന്റെ വീതം പണം എപ്പോ ഉണ്ടാവും? നമ്മൾ തമ്മിൽ അങ്ങനെ അറുത്തു മുറിച്ച് കണക്ക് പറയണം. അത് വേണം. പങ്കുകാരാകുമ്പോ 2 കൂട്ടരും പറയണം. എന്നാൽ കാര്യസ്ഥൻ നായർക്ക് കൊടുക്കാനുള്ളതടക്കം 7500 രൂപ പൈന് തന്നാൽ തന്റെ പങ്ക് തീർന്നു. താൻ ഉണ്ടായിക്കോ. അപ്പൊ ഉറച്ചല്ലോ. അടികൈ അടി. ഇല്ല തന്ത്രജനങ്ങൾ വരുന്നുണ്ട്. കൂട്ടി തൊട്ട് ഐസാക്കാതെ അങ്ങോട്ട് മാറുക. അങ്ങോട്ട് മാറുക. മാറോ തിരുമേനി കുളിച്ചൊഴുത് വരുമോ ഇല്ലേ? നടന്നു നടന്നു.
വർഗീസെ കാട്ടാൻ ഇറങ്ങിയിരിക്കുക. ഇച്ചിരി നേരത്തെ അവരിവിടെ ഒന്നെല്ലാം തകർപ്പിച്ചു പോയതാ. ഇപ്പോഴാ വീണ്ടും ഇറങ്ങിയിരിക്കുക. ചേട്ടാ കാപ്പി. പിടിച്ചു കെട്ടണവനെ. കുറുപ്പേ, ആരെ എവിടെ വെച്ച് ഞാനാ? കാട്ടാനയാണെന്ന് കരുതിയാണ് കാലിൽ വെടിവെച്ചത്. താൻ അഴിച്ചുവിട്ട നാട്ടാനയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മസ്തകത്തിൽ ഞാൻ വെടിവെച്ചനെ. അത്രയ്ക്ക് ധൈര്യമുണ്ടോടാ നിനക്ക്? പിഴയ്ക്കാത്ത ഉന്നമുണ്ട് വർഗീസിന്. ഇതിലാരെങ്കിലും ഇനി അണങ്ങിപ്പോയാൽ അടുത്ത നിറപ്പന്റെ നെഞ്ചത്തായിരിക്കും. കുറുപ്പച്ച, നാട്ടിലുള്ളത് മുഴുവൻ വിറ്റുപെറുക്കി ഞങ്ങൾ ഈ കാടും മലയും കയറി വന്ന് ജീവിക്കാനാ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങൾ അതിനെ ഉപദ്രവിക്കുന്നേ? കുറുപ്പേ, കട്ടും പിടിച്ചുപറിച്ചും ഇല്ലാത്ത അവകാശം പറഞ്ഞ് കണ്ടവന്റെ ഭൂമി കൈയേറിയും താൻ ഇനി ഇവിടെ വരാൻ നോക്കണ്ട. ഇറങ്ങിക്കോ. മേലാൽ തന്നെ ഇതുപോലെ ഇവിടെ കണ്ടാൽ തന്റെ തറവാട്ട് വരയ്ക്കായിരിക്കും തീ വയ്ക്കുക. സൂക്ഷിച്ചോ. എന്താണ് നോക്കി നിൽക്കുന്നത്? ഇറങ്ങിപ്പോവാൻ. അല്ല, എവിടെ ആയിരുന്നു 2 ദിവസം? നാത്തൂൻ പറഞ്ഞ് എപ്പോഴും കാണരുതെന്ന്. അതെന്താ? കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ മതിയെന്ന്. പിന്നെന്തിനാ ഇപ്പൊ വന്നത്? കാണാതിരുന്നപ്പോ എനിക്കും തോന്നി വിഷമം. അയ്യോ, ആ ഓടി ഒളിക്കൊന്നും വേണ്ട. ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണേ. എന്ത്? പൈലി പറഞ്ഞു ഞമ്മക്കും തോന്നി നന്നായെന്ന്. അനക്ക് പറ്റിയും തന്നെയാണ് ഇവൻ. ആ പിന്നെ പറയച്ചേ, നിങ്ങൾ ഇല്ലത്ത് പോയി വഴക്കും വെക്കണം പഞ്ചായത്താക്കിയതൊക്കെ ശരി. ഇനി സൂക്ഷിക്കണം. ആനയെ വെടിവെച്ച് നീയ കുറുപ്പച്ചൻ ഒരു പഴയുള്ള പാമ്പാ. കടിച്ചാ ബഷർമൂലാട്ടാ.